ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഓഫീസ് വ്ലോഗാണ്. രാവിലെ 9:30 ഞാൻ സാധാരണ ഓഫീസിലെത്തുന്നത്. ഓഫീസിലെത്തിയ ഉടനെ തന്നെ നേരെ സ്വൈപ്പിംഗ് ചെയ്ത് ODCയിലേക്ക് പോകും. കാരണം രാവിലെ ഒരുപാട് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ജൂൺ മാസത്തിലെ ആദ്യത്തെ വർക്ക് ഫ്രം ഓഫീസാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല മടിയുണ്ടായിരുന്നു ഓഫീസിലേക്ക് വരാൻ. ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രം ഇൻഫോസിസിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 20-25 മിനിറ്റ് അത്ര നേരം എടുക്കുള്ളൂ ഓഫീസിലെത്താൻ. എന്നാലും മാസത്തിൻ്റെ ആദ്യം ഓഫീസിലേക്ക് വരാൻ നല്ല മടിയാണ്. പിന്നെ കുഴപ്പമില്ല, ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലേക്ക് വരാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ സ്റ്റുഡിയോ വ്ലോഗിൽ ഞാൻ ഒരുപാട് തവണ സോ എന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും സോ പറയുന്ന കുറച്ചാൽ നന്നായിരിക്കും എന്ന് അവരെനിക്ക് സജഷൻ പറഞ്ഞായിരുന്നു. ഇപ്രാവശ്യം ഞാൻ സോ പറയുന്നത് മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും. ഡെയിലി ഓഫീസിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഒരു ടു ഡു ലിസ്റ്റ് എഴുതും. ഇന്നത്തെ ടാസ്ക് ഒക്കെ എഴുതി വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രയേ ഉള്ളൂ. എത്ര വർക്ക് ഉണ്ടെങ്കിലും കറക്റ്റ് 12:30 ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകും. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്ന് ജൂൺ 5 വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ആണെന്ന്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്വിസ് പ്രോഗ്രാം, പിന്നെ സജഷൻ ബോക്സ്, അങ്ങനെ കുട്ടി കുട്ടി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഒരു ഐഡിയ സജഷൻ ബോക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്യാമ്പസിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഐഡിയാസ് നമുക്ക് സജഷൻ ബോക്സിൽ ഇടാം. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കുറച്ച് ഐഡിയാസൊക്കെ എഴുതി സജഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ബെസ്റ്റ് സജഷന് പ്രൈസ് കിട്ടുന്നതായിരിക്കും. പിന്നെ അവരൊരു ക്വിസ് ചോദിക്കും. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ വേൾഡിൽ ആദ്യമായിട്ട് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യത്തിലെന്നാണ്. എനിക്ക് ആൻസർ അറിയില്ലായിരുന്നു. പിന്നെ അവർ 2 ക്ലൂ തന്നു. ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ടിങ് വിത്ത് S ആണ്. പിന്നെ അതൊരു യൂറോപ്യൻ കൺട്രിയാണ്. അങ്ങനെ ഒരു വൈൽഡ് ഗസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആൻസർ ശരിയായി. എന്താണ് ആൻസർ എന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഓരോ ചെറുപഴമാണ് ഒരു സമ്മാനമായിട്ട് കൊടുത്തത്. അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം എൻവയോൺമെൻറ്റ് ഡേ ആണല്ലോ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറുപഴം, പിന്നെ ഒരു പെൻസിൽ, അതൊക്കെയാണ് അവർ ഗിഫ്റ്റായിട്ട് തന്നത്. ഞങ്ങൾ അതിൽ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് ക്യാമ്പസിലൊന്ന് ചെറുതായിട്ടൊന്ന് നടന്നു. പിന്നെ കുറച്ച് സ്റ്റേഷനറി വാങ്ങാനുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സ്റ്റേഷനറി കിട്ടും. വേറൊന്നുമില്ല, ഒരു നോട്ട് പാഡും പിന്നെ ഒരു പെന്നും. അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് ODCയിലേക്ക് തന്നെ പോവാണ്. ബാക്കി പെൻഡിങ് വർക്കൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാനായിട്ട്. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയണ്ടേ? വേൾഡിൽ ആദ്യമായിട്ട് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഹോസ്റ്റ് ചെയ്ത രാജ്യം ഏതാണെന്ന്? അത് സ്വീഡൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആൻസർ അറിയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.